ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓണസദ്യയിലെ കേമനായ ഒരു കറി എന്ന് വിശേഷിപ്പിക്കാം പാവയ്ക്ക കിച്ചടിയാണ്. ഇത് സദ്യയിൽ പരിപ്പും നെയ്യും ഒക്കെ കഴിക്കുന്നതിനൊപ്പം കഴിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്ത കൊച്ചു കുട്ടികൾ പോലും വാങ്ങി കഴിക്കും. ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. ഇനി അത് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം. ഒരു വലിയ പാവയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ തീയലിന് അരിയുന്നത് പോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. എല്ലാം ഒരേ കനത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം. വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിലുള്ള ജലാംശമൊക്കെ ഒന്ന് ഊർന്ന് കിട്ടാൻ വേണ്ടിയാണത്. ഇത് തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ: 1 മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 3 പച്ചമുളക്, 1.5 ടീസ്പൂൺ കടുക്, ഇത്രയൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും പച്ചമുളകും നല്ല മഷി പോലെ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ പച്ചമുളക് ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ പാവയ്ക്ക അതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. എങ്കിലൊന്ന് ഒടിയുന്ന പരുവത്തിൽ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. വറുത്ത് കഴിയുമ്പോൾ കുറച്ചേ കാണുള്ളൂ. പാവയ്ക്ക ഈ പരുവത്തിലാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇനി അതേ എണ്ണ തന്നെ ബാക്കിയുള്ള എണ്ണ എടുത്ത് മാറ്റാം. ആവശ്യത്തിനുള്ള എടുത്താൽ മതി. ആ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ച ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇടണം. ഇനി ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ഇട്ടാൽ നമ്മുടെ താളിപ്പും കൂടെ റെഡിയായി. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും 1/2 ലിറ്റർ തൈരും കൂടെ യോജിപ്പിച്ചതുണ്ട്. അതും കൂടെ ആ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ആ ചട്ടിയിലേക്ക് നമ്മുടെ താളിപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് ചൂടാകും. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനിയാണ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വറുത്ത് കോരിയ പാവയ്ക്ക ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഉപ്പ് വേറെ ചേർത്തിട്ടില്ല. ആ പാവയ്ക്ക വറുത്തപ്പോൾ ഉണ്ടായിരുന്ന ഉപ്പും കൊണ്ട് ഇതിന് കറക്റ്റ് പരുവത്തിലുണ്ട്. ഇനി ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ രുചികരമായ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതേപോലെ സ്വാദിഷ്ടവുമാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ ചെയ്യണം. താങ്ക്